ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ കഥയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അല്ലേ? കുറേ നാളായിട്ട് ഞാൻ കഥകളൊന്നും ഇടാറില്ല. ആരും കേൾക്കാത്ത കാരണം കൊണ്ട് ഞാൻ പിന്നെ കുറച്ച് നാളായിട്ട് കഥകളൊക്കെ നിർത്തി വെച്ചതാണ്. ഇന്ന് ഞാൻ കഥ പറയാൻ പോകുന്നത് ഏതാണെന്നറിയോ? എനിക്ക് ഒരു 6-7 കൊല്ലം മുമ്പ് ശിങ്കാരി താറാവും കുട്ടികളും എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിന് സംസ്ഥാന ബാലസാഹിത്യ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലത്തെ ശിങ്കാരി താറാവും കുട്ടികളും എന്നൊരു കഥയാണ് കേട്ടോ ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കേൾക്കണം കേട്ടോ. എന്നാൽ കഥ പറയാം. പണ്ട് പണ്ട് ഏഴിമല എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു. 7 മലയും 7 പുഴയും കടന്നാലാണ് ഏഴിമല ഗ്രാമത്തിലെത്തുന്നത്. ഗ്രാമത്തിൽ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലെ ദൈവത്തിനെ മലമുത്തപ്പൻ എന്നാണ് വിളിച്ചിരുന്നത്. 7 മലയും 7 പുഴയും താണ്ടി അമ്പലത്തിലെത്താൻ വളരെ ബുദ്ധിമുട്ടുള്ളതിനാൽ ആ ക്ഷേത്രത്തിലേക്ക് അധികമാരും എത്താറില്ല. പോയാലോ കഷ്ടപ്പാടും ദുരിതങ്ങളും തീരുമെന്ന് ഉറപ്പാണ്. ആദ്യത്തെ പുഴയുടെ തീരത്ത് ഒരു മുത്തശ്ശനും മുത്തശ്ശിയും താമസിച്ചിരുന്നു. വയസ്സായെങ്കിലും മുത്തശ്ശന് ആരോഗ്യക്കുറവൊന്നും ഇല്ലായിരുന്നു. എങ്കിലും പണിക്കൊന്നും പോകാതെ മുത്തശ്ശൻ വീട്ടിൽ തന്നെ മടി പിടിച്ചിരിക്കും. മുത്തശ്ശി വല്ലപ്പോഴും കയർ പിരിക്കാൻ പോയി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ കഴിഞ്ഞിരുന്നത്. മുത്തശ്ശി ഒരു താറാവിനെ വളർത്തിയിരുന്നു. ശിങ്കാരി എന്നായിരുന്നു അവളുടെ പേര്. അവൾക്ക് 5 മക്കളും ഉണ്ടായിരുന്നു. മുത്തശ്ശി അവർക്ക് വല്ലപ്പോഴും കുറച്ച് അരിയോ ഗോതമ്പോ ഇട്ടുകൊടുക്കും. എന്നിട്ട് പറയും, മക്കളെ, ഇതേയുള്ളൂ നിങ്ങൾക്ക് തരാൻ. ഇതുകൊണ്ട് നിങ്ങളുടെ വിശപ്പ് മാറില്ലെന്നറിയാം. പക്ഷേ ഈ വീട്ടിലുള്ളതല്ലേ നിങ്ങൾക്ക് തരാൻ എനിക്ക് പറ്റൂ. ഇവിടുത്തെ കഷ്ടപ്പാടും ദുരിതങ്ങളും നിങ്ങളും കാണുന്നതല്ലേ. മുത്തശ്ശൻ്റെ മടി കാരണം ഞാൻ കഷ്ടത്തിലായി. ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് മുത്തശ്ശി കരയുന്നത് കാണുമ്പോൾ ശിങ്കാരിക്ക് സങ്കടം വരും. മുത്തശ്ശിയെ ഈ ദുരിതത്തിൽ നിന്നും കരകയറ്റണമെന്ന് ശിങ്കാരി മനസ്സിൽ ഉറപ്പിച്ചു. ഒരു ദിവസം ശിങ്കാരി താറാവ് മക്കളെയും കൂട്ടി പുഴയോരത്തേക്ക് പോയി. കുട്ടികൾ പുഴയിൽ ചങ്ങാടമുണ്ടാക്കി കളിക്കുന്നത് ശിങ്കാരിയുടെ മക്കൾ കൗതുകത്തോടെ നോക്കിയിരുന്നു. ശിങ്കാരിയുടെ മനസ്സിലാവട്ടെ മുത്തശ്ശിയെ എങ്ങനെ രക്ഷിക്കാമെന്ന ചിന്ത മാത്രമായിരുന്നു. അപ്പോൾ അവൾക്ക് മലമുത്തപ്പനെ കുറിച്ച് ഓർമ്മ വന്നു. എത്ര ബുദ്ധിമുട്ടിയാലും മുത്തശ്ശിക്ക് വേണ്ടി അവിടെ പോയി പ്രാർത്ഥിക്കണമെന്ന് ശിങ്കാരി മനസ്സിൽ ഉറപ്പിച്ചു. പുഴയിൽ നിന്നും കുട്ടികൾ കളിമതിയാക്കി ചങ്ങാടം അവിടെ ഉപേക്ഷിച്ചു പോയി. ഇത് പറ്റിയ അവസരമാണെന്ന് ശിങ്കാരിക്ക് തോന്നി. തിരിച്ചു വന്നിട്ട് മുത്തശ്ശിയോട് കാര്യങ്ങൾ പറയാമെന്ന് അവൾ തീരുമാനിച്ചു. ഒട്ടും സമയം കളയാതെ ശിങ്കാരി കുഞ്ഞുങ്ങളെയും കൂട്ടി ചങ്ങാടത്തിൽ കയറി. ചങ്ങാടം നീങ്ങി തുടങ്ങിയപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സന്തോഷമായി. അവർ ചങ്ങാടത്തിൽ ഓടിക്കളിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ പുഴയുടെ അക്കരെയുള്ള മലയിലെത്തി. കുന്നുകളും വലിയ പാറക്കെട്ടുകളും കയറി വീണ്ടും അടുത്ത പുഴയുടെ തീരത്തെത്തി. അവിടെയും ഒരു ചങ്ങാടം കിടപ്പുണ്ടായിരുന്നു. വീണ്ടും യാത്ര. അങ്ങനെ ഓരോരോ പുഴകളായി കടന്ന് ദിവസങ്ങൾക്ക് ശേഷം അവർ 7ാമത്തെ പുഴയുടെ തീരത്തെത്തി. ശിങ്കാരിയും മക്കളും പുഴയിൽ നിന്നും കുറേ വെള്ളം കുടിച്ചു. വിശപ്പും യാത്രാക്ഷീണവും കുട്ടികളെ ആകെ തളർത്തിയിരുന്നു. കുറേ സമയം പുഴയുടെ തീരത്ത് വിശ്രമിച്ച ശേഷം അടുത്ത ചങ്ങാടത്തിൽ കയറി യാത്ര തുടർന്നു. കുറച്ചു കഴിഞ്ഞ ചങ്ങാടം എന്തിലോ ഇടിച്ചു നിന്നു. ശിങ്കാരിയും മക്കളും പുഴയിലേക്ക് സൂക്ഷിച്ചു നോക്കി. ചങ്ങാടം തടഞ്ഞു നിർത്തി. അതാ ഒരു മത്സ്യകന്യക മുന്നിൽ നിൽക്കുന്നു. നിങ്ങൾ മലമുത്തപ്പൻ്റെ അമ്പലത്തിലേക്ക് വന്നതാണോ? മത്സ്യകന്യക ചോദിച്ചു. അതെ എന്ന് ശിങ്കാരി പറഞ്ഞു. എങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു മാണിക്യക്കല്ല് തരാം. അതുമായി നിങ്ങൾ പോവുകയാണെങ്കിൽ തടസ്സങ്ങളൊന്നും കൂടാതെ സുഖമായി പ്രാർത്ഥിച്ചു പോരാ. പക്ഷേ ഒരു കാര്യം, മടങ്ങി വരുമ്പോൾ മാണിക്യക്കല്ല് എനിക്ക് തന്നെ തിരിച്ചു തരണം. അത് സമ്മതിച്ച് ശിങ്കാരി മാണിക്യക്കല്ല് വാങ്ങി. പിന്നെയും യാത്ര തുടർന്നു. മണിക്കൂറുകൾക്ക് ശേഷം അവർ മലയും മുകളും താണ്ടി ഗ്രാമത്തിലെ അമ്പലത്തിലെത്തി. മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി അവർ മനസ്സുരുകി പ്രാർത്ഥിച്ചു. അതിനുശേഷം അവർ മലയിറങ്ങി. മലകൾ കയറിയും ഇറങ്ങിയും ശിങ്കാരിയുടെയും കുട്ടികളുടെയും കാലിൽ നിന്ന് ചോര പൊടിയുന്നുണ്ടായിരുന്നു. എങ്കിലും മുത്തശ്ശിക്ക് വേണ്ടി ആ വേദനയെല്ലാം അവർ സഹിച്ചു. പുഴക്കരയിലെത്തി വേഗം ചങ്ങാടത്തിൽ കയറി. പുഴയുടെ നടുഭാഗത്തെത്തിയപ്പോൾ ശിങ്കാരി മത്സ്യകന്യകയെ നോക്കി. എവിടെയും കാണാനില്ലായിരുന്നു. അവൾ മത്സ്യകന്യകയെ ഉറക്കെ വിളിച്ചു. ഉടനെ മത്സ്യകന്യക ജലത്തിനടിയിൽ നിന്നും മുകളിലേക്ക് വന്നു. ശിങ്കാരി മാണിക്യക്കല്ല് മത്സ്യകന്യകയുടെ കയ്യിലേൽപ്പിച്ചു പറഞ്ഞു, തടസ്സങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾ ഏഴിമല ഗ്രാമത്തിലെത്തി പ്രാർത്ഥിച്ചു. ഇനി മടങ്ങുകയാണ്. കുറേ ദിവസമായി മുത്തശ്ശി ഞങ്ങളെ കാണാതെ വിഷമിച്ചിരിക്കുകയാകും. അപ്പോൾ മത്സ്യകന്യക പറഞ്ഞു, മുത്തപ്പനെ തൊഴാൻ അധികമാരും ഇവിടെ എത്താറില്ല. വരുന്നവർക്ക് ഇതുപോലെ ഓരോ മാണിക്യക്കല്ല് ഞാൻ കൊടുക്കാറുമുണ്ട്. പക്ഷേ വിലപിടിപ്പുള്ള മാണിക്യക്കല്ല് കയ്യിൽ കിട്ടുമ്പോൾ ആരും കഷ്ടപ്പെട്ട് മല കയറാൻ മെനക്കെടാറില്ല. മാണിക്യം എനിക്ക് തിരിച്ചു തരാതെ അവർ കുറുക്കുവഴികളിലൂടെ വീട്ടിലേക്ക് പോവുകയാണ് പതിവ്.
നീ മാത്രമാണ് സത്യസന്ധതയോടെ പെരുമാറിയതും വളരെ കഷ്ടപ്പെട്ട് മലമുത്തപ്പൻ്റെ മുന്നിലെത്തി പ്രാർത്ഥിച്ചതും. അതിനാൽ ഈ മാണിക്യകല്ല് ഞാൻ നിനക്ക് സമ്മാനമായി തരുന്നു. ലക്ഷങ്ങൾ വിലയുള്ളതാണ് ഈ മാണിക്യകല്ല്. നിനക്കും കുട്ടികൾക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും സുഖമായി ജീവിക്കാൻ ഇതു മതി. ശിങ്കാരി താറാവ് മാണിക്യകല്ല് വാങ്ങി മത്സ്യകന്യകയെ വണങ്ങി യാത്ര തുടർന്നു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ വീട്ടിൽ തിരിച്ചെത്തി. ശിങ്കാരിയെയും മക്കളെയും കണ്ടപ്പോൾ മുത്തശ്ശി ഓടി വന്ന് അവരെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, മക്കളെ, ഞാൻ നിങ്ങൾക്ക് വയറു നിറയെ ആഹാരം തരാത്തതുകൊണ്ടാണോ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോയത്? അത് കേട്ട് ശിങ്കാരി എല്ലാ വിവരങ്ങളും മുത്തശ്ശിയോട് പറഞ്ഞു. പിന്നെ മാണിക്യകല്ല് മുത്തശ്ശിയുടെ കയ്യിൽ കൊടുത്തു. മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ ശിങ്കാരിയുടെയും മക്കളുടെയും പൊട്ടി നീര് വന്ന കാലുകളിൽ മരുന്ന് പുരട്ടി തലോടി. മാണിക്യകല്ല് വിറ്റ് ആ പണം കൊണ്ട് പിന്നീടുള്ള കാലം അവർ സുഖമായി കഴിഞ്ഞു. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു കഥയുമായി ഞാൻ പിന്നെ വരാം കേട്ടോ. അതുവരെ ടാറ്റ, ബൈ ബൈ.